പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ കേട്ടത് ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവമാണ്. കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ്. ഇതുപോലുള്ളൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് അദ്ദേഹം സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ശ്രമിച്ചാൽ എങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യക്കാരായ നമുക്ക് ഇന്ത്യ തന്നെ ആണ് ഏറ്റവും നല്ല നിക്ഷേപ മണ്ഡലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയിൽ ധാരാളം നിക്ഷേപാവസരങ്ങളുണ്ട്. ഇന്ത്യയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നേട്ടം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ലോകം മുഴുവനുള്ള നിക്ഷേപകർ ഇന്ത്യയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിക്ഷേപങ്ങൾ നടത്തുവാൻ. കാരണം ലോകത്തിൻ്റെ ഏതൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാലും 1% അതിൽ കുറവോ മാത്രം നേട്ടം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ 8%, 9% വരെ GDP വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മറ്റുള്ള എല്ലാ നാടുകളേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സ്ഥലം കേരളമാണ്. ലോകത്തിൽ ഏറ്റവും നിക്ഷേപത്തിന് അനുയോജ്യമായ രാഷ്ട്രം ഇന്ത്യയാണ് നമ്മളെല്ലാവരും ധരിക്കേണ്ടതുണ്ട്. കാരണം ലോകത്തിലുള്ള എല്ലാ നിക്ഷേപകരും നിക്ഷേപ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിക്ഷേപിക്കുവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം, ഇന്ന് ലോകത്തിൽ ഒരു സ്ഥലത്തും ഇന്ത്യയിൽ ലഭിക്കുന്നത് പോലെ ഒരു റിട്ടേൺ കിട്ടുന്ന സാഹചര്യമില്ല. ഇന്ത്യയിലുള്ളതുപോലെ ഒരു GDP ഗ്രോത്ത് മറ്റെവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ വിശ്വസിച്ചുകൊണ്ട് സമ്പാദിക്കുന്ന സംഖ്യ ഇന്ത്യയിൽ നിക്ഷേപിക്കുവാൻ ശ്രമിക്കുക. സമ്പാദ്യം എങ്ങനെ ഉയർന്നു വരും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ 1000 എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങൾ ഉറുപ്പിക ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉറുപ്പിയായിട്ട് കണക്കാക്കുക, ദർഹമായിട്ട് ചെയ്യുന്നവർ ദർഹമായിട്ട് കണക്കാക്കുക, ഡോളറായിട്ട് ചെയ്യുന്നവർ ഡോളറായിട്ട് കണക്കാക്കുക. എന്തായാലും 1000 എല്ലാ മാസവും നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾ 10 വർഷം ആ 1000 ഉറുപ്പിക വീതം സമ്പാദിച്ചു കൊണ്ടിരുന്നാൽ, അത് നിക്ഷേപിച്ചു കൊണ്ടിരുന്നാൽ 10 വർഷം കഴിയുമ്പോൾ അത് 2,30,000-ൽ കൂടുതലാവുന്നു. അതേ വിധത്തിൽ എല്ലാ മാസവും 1000 വെച്ച് 20 വർഷം ചെയ്യുമ്പോൾ 9,99,000 ആയിത്തീരുന്നു. 30 വർഷം ചെയ്യുമ്പോൾ അത് 35 ലക്ഷത്തിൽ കൂടുതലാവുന്നു. 10 വർഷം ചെയ്യുമ്പോൾ 1,24,000 കട്ട് ചെയ്യണം. 10 വർഷം ചെയ്യുമ്പോൾ 1,20,000-ഉം 20 വർഷം ചെയ്യുമ്പോൾ 2,40,000-ഉം 30 വർഷം ചെയ്യുമ്പോൾ 3,60,000 ഉറുപ്പികയുമാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ആ നിക്ഷേപം കൊണ്ടാണ് 2,30,000-ഉം ഏകദേശം 10 ലക്ഷവും 35 ലക്ഷവും 10 വർഷവും 20 വർഷവും 30 വർഷവും ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ കിട്ടുന്നു എന്ന് അത്ഭുതപ്പെടാറുണ്ട്. 12% റിട്ടേൺ വെച്ച് കണക്കുകൂട്ടിയപ്പോഴാണ് ഇത്രയും കിട്ടുന്നത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ധാരാളം നിക്ഷേപ അവസരങ്ങളുണ്ട്. അത്തരം നിക്ഷേപ അവസരങ്ങൾക്കെല്ലാം തന്നെ ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ പറയുന്നതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് കിട്ടുക. ഞാൻ ഈ കാണിക്കുന്ന സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ലാഭകരമാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ നിക്ഷേപിക്കുമ്പോൾ എന്ന്. ഇങ്ങനെ ഒരു ശീലം നമ്മൾ കെട്ടിപ്പടുക്കൽ വളരെ അത്യാവശ്യമാണ്. ഈ ശീലം കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തീരും. അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു 30 വർഷം ഇവിടെ ജീവിച്ച് 30 വർഷം കൊണ്ട് ഒരു 30 വർഷം ഗൾഫിൽ ജീവിച്ച് തിരിച്ചു പോകുമ്പോൾ 35 ലക്ഷം ഉറുപ്പിക അവശേഷിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ, ആ 35 ലക്ഷം ഉറുപ്പികയിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രതിമാസം 35,000 ഉറുപ്പിക നമുക്ക് ചെലവിനായിട്ട് എടുക്കുവാൻ സാധിക്കും. എന്നതുപോലെ 20 വർഷം ചെയ്ത ആൾക്ക് 10 ലക്ഷം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് നിഷ്പ്രയാസം 10,000 ഉറുപ്പിക നമ്മുടെ ചെലവിനായിട്ട് എടുക്കുവാൻ സാധിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് പലർക്കും ഞാൻ ഈ പറഞ്ഞ 1000-നേക്കാൾ കൂടുതൽ എല്ലാ മാസവും നമ്മുടെ വരുമാനത്തിൽ നിന്ന് 20% മാറ്റിവെക്കാൻ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുകയാണെങ്കിൽ നമുക്ക് മാറ്റിവെക്കുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് മനസ്സിലാക്കണം.
നാട്ടിൽ പോയി ഇത്രയും സംഖ്യ ഉണ്ടെങ്കിൽ ഏത് നിക്ഷേപം നടത്തിയാലും അതിൽ നിന്ന് നമ്മുടെ മാസത്തെ ചെലവിന് കൃത്യമായി തിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ പല നിക്ഷേപങ്ങളിലും ഉണ്ട്. ആ നിക്ഷേപ അവസ്ഥയിലാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഗൾഫിൽ ജീവിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും എങ്ങനെ ജീവിച്ചോ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം നമുക്ക് അവിടെ തുടരുവാൻ സാധിക്കുമെന്ന് ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടത്, ഈ ദിവസം മുതൽ, ഇത് കാണുന്ന ദിവസം മുതൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 20% മാറ്റിവെക്കുക. ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആശ്രിതരായിട്ടുള്ള നാട്ടിലുള്ളവരും ജീവിക്കാൻ നിർബന്ധ തീരുമാനം എടുക്കുക. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഭാവി ഉണ്ടായിരിക്കും. നാട്ടിൽ ക്ലാസ് നടത്തിയപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം, ഒരു കത്ത് ഞാനിവിടെ പ്രദർശിപ്പിക്കുകയും അതുപോലെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹ്റൈനിൽ ജീവിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ പിതാവ് തലശ്ശേരിയിൽ നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അത് കേട്ടതിന് ശേഷം പ്രവാസിയുടെ ജീവിതത്തെ പച്ചയായി അവരെ മുമ്പിൽ അവതരിപ്പിച്ച് അത് കണ്ടതിന് ശേഷം അദ്ദേഹം മകൻ എഴുതിയ എഴുത്തായിരുന്നു. അദ്ദേഹം മകൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഇനിമേലിൽ നിനക്ക് വേണ്ടി നീ സമ്പാദിച്ചതിന് ശേഷം ബാക്കി വരുന്നത് മാത്രമേ ഞങ്ങൾക്ക് അയച്ചു തരുവാൻ പാടുള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് സുഖമായി ഇവിടെ ജീവിച്ചോളാം. അതുകൊണ്ട് നിന്നെ മറന്നുകൊണ്ട് നീ ജീവിക്കരുത്. നിൻ്റെ ഭാവിയെ നീ തീർച്ചയായും ഓർമ്മിക്കണം. നിൻ്റെ ഭാവിക്ക് വേണ്ടി തീർച്ചയായും നീ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നീ എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് മാറ്റിവെക്കണം എന്ന്. മറ്റൊരു സുഹൃത്ത് ഇതുപോലെ തന്നെ പരിപാടികൾ കേൾക്കുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്ത ഒരു സുഹൃത്തിലുണ്ടായ ഒരു മാറ്റം. അദ്ദേഹം ഇപ്പോൾ ഫുജൈറയിൽ വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വരുമ്പോൾ അദ്ദേഹം ആദ്യമായി ശമ്പളം കിട്ടിയത് 500 ദർഹമായിരുന്നു. ഇന്ന് അദ്ദേഹം LND എന്ന ഇന്ത്യൻ കമ്പനിയിൽ UAE വർക്ക് ചെയ്യുകയാണ്. ഒരു ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വരുമാനം 3000-ൽ കൂടുതലാണ്. ഈ പരിപാടികളെല്ലാം കേട്ടതിൻ്റെ ഫലമായി ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുകയും അതിന് നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തതുകൊണ്ട് ശമ്പളം ഇത്രയും കൂട്ടിക്കിട്ടുവാൻ അദ്ദേഹത്തിന് സഹായകമായി. മാത്രമല്ല, അദ്ദേഹം ഇത്രയും കാലത്തിനിടയ്ക്ക് 3 തവണകളായി 15 സെൻറ്റ് ഭൂമി വാങ്ങിക്കുകയും അതിനു പുറമെ ഒരു സ്വന്തമായി ഭൂമി വാങ്ങിച്ച് അതിൽ ഒരു പുതിയ വീട് വെച്ച് കുടുംബത്തെ അതിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. പുറമെ ഇപ്പോൾ ചെയ്യുന്നത്, അദ്ദേഹം മിച്ചം വരുന്ന സംഖ്യ എല്ലാ മാസവും നിക്ഷേപമാറ്റി മാറ്റുകയും ചെയ്യുകയാണ്. ഞാനിവിടെ ഈ 2 കഥകളും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുവാൻ കാരണം, നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ ഇവരെപ്പോലെ നമുക്കും ഒരു നല്ല ജീവിതം ഉണ്ടാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അടുത്ത മാസം മുതൽ നമ്മളുടെ ജീവിതത്തിന് ചിട്ട വരുത്തുകയും മിതവ്യയം നമ്മൾ ശീലിക്കുകയും അമിതവ്യയ ശീലം നമ്മളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുകയും നമ്മുടെ കുടുംബത്തെ നമ്മൾ അതിന് സജ്ജമാക്കുകയും അതിനോടൊപ്പം നമ്മളുടെ ജീവിതം എന്തെന്ന് നമ്മളെ കുടുംബത്തെ ഇന്ന് തന്നെ വിളിച്ച് വ്യക്തമായി അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക. 20% മാറ്റിവെച്ചതിന് ശേഷം കുടുംബത്തിന് പൈസ അയക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ 20% കുറച്ചേ അയക്കാൻ പാടുള്ളൂ. അവരോട് പറയുക, ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ സംഖ്യ ചെയ്യുന്നത്. അതുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ നിങ്ങൾ അടുത്ത മാസം മുതൽ ശ്രമിക്കണം എന്ന് അവർക്കൊരു വ്യക്തമായ ധാരണയും നൽകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.